ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ചില തന്ത്രപരമായ നീക്കങ്ങൾ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്നുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്ത അല്ലെങ്കിൽ ഇതിനകത്ത് ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരാൾ ജയറാമാണ്. ജയറാം സിനിമ നടനല്ലേ, സെലിബ്രിറ്റി അല്ലേ, ജയറാം ഇതിനകത്ത് ഉൾക്കൊള്ളൂ പറ്റില്ല. പിന്നെ അയ്യപ്പൻ്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്നതാണ് ക്ഷേത്രം തന്ത്രി, അതായത് കണ്ഠരര് രാജീവര്. തന്ത്രിയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടും? തന്ത്രി അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പം തന്ത്രിയും ഇല്ല, ജയറാമും ഇല്ല എന്നുള്ള ഒരു പൊതുവികാരം സൃഷ്ടിക്കാൻ ഇരുവർക്കും സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്ക് വിശ്വസിക്കാം ഇവർ രണ്ടും ഉൾപ്പെട്ടിട്ടില്ല എന്ന്? ഇല്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്ന് ഈ പറയുന്ന പോലെ ഒറ്റ കാര്യത്തിന് നമ്മൾ പ്രേക്ഷകരെ കേൾക്കുന്നതിനകത്ത് ശരി ഒറ്റ തീരുമാനം. ഒറ്റ കാര്യത്തിൽ ഞാൻ ഇതിനോട് ചോദിച്ചിട്ട് ഇന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു, സൈറ്റ് വിളിച്ചു വരുത്തി 2 തന്ത്രിമാരെയും ചോദ്യം ചെയ്തു. ചേട്ടനും എന്നെ ഞാൻ ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്തതിനകത്ത് അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ സ്വാമി ശരണം ഇപ്പൊ ആദ്യം പറയുന്നത്, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പറയുന്നത് സ്വാമി ശരണം, അവസാനം സ്വാമി ശരണം. അത് നല്ലതാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട്. അതാണ് പുള്ളി പറഞ്ഞത്, ദേവഹിതം നോക്കിക്കൊടുത്തേ ഉള്ളൂ. ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞപ്പോൾ ദേവഹിതം നോക്കിക്കൊടുത്തേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, ശരി, ദേവഹിതം നോക്കിക്കൊടുത്തേ ഉള്ളല്ലേ, ഇവിടെ സ്വർണം പൂശണമെന്ന് ദേവന് താല്പര്യമുണ്ടോ? അപ്പൊ ദേവൻ പറഞ്ഞു സ്വർണം പൂശിക്കൂ. അത് ശരി, പുള്ളി ദേവഹിതം നോക്കിക്കൊടുത്തു. ഞാൻ ചോദിച്ചിട്ട് ഒരു ചെറിയ 1-2 ചോദ്യം, ഈ ദേവഹിതം നോക്കിയായിരുന്നോ ഈ പറയുന്ന, ഇദ്ദേഹം തന്നെ പറയുന്ന പോലെ ദേവഹിതമായിരുന്നു ശബരിമലയുടെ സാന്നിധ്യത്തിൽ, ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന ഒരു സാധനവും ശബരിമലയ്ക്ക് പുറത്ത് കടക്കരുതെന്ന്? ഇതിനകത്ത് ആ ദേവഹിതം ഇല്ലായിരുന്നു. രണ്ടാമത്, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ തന്നെ കൊടുത്തു വിടണമെന്ന് ദേവഹിതം ഉണ്ടായിരുന്നു. പുള്ളി അതിനകത്ത് ദേവഹിതം. രണ്ടാമത്, ഈ ഇന്ന ലാബിൽ തന്നെ കൊണ്ടുപോകണമെന്ന് ദേവഹിതം ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, പോട്ടെ, അത് മുമ്പ്. ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഇതിനകത്ത് നമുക്കറിയാമല്ലോ, മുരാരി ബാബു മുഹസർ എഴുതുന്ന ആള്, കൊള്ളക്കാരൻ, എവിടെ കള്ളം നടത്തിയിട്ടുണ്ടപ്പോഴും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവൻ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്, ഇവന്റെ പേരിൽ പല അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, റിപ്പോർട്ടുകൾ വിജിലൻസുകൾ കൊടുത്തിട്ടുണ്ട്. അവന്റെ കൊള്ളക്കയുടെ കൂടെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ നിന്നിട്ടുണ്ടോ, സ്വാധീനമുള്ളവർ നിന്നിട്ടുള്ളതും കൊണ്ടും അതിനകത്തുനിന്ന് എല്ലാവരും മറികടന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്, പ്രമോഷൻ കിട്ടിപ്പോയിട്ടുണ്ട്. ഇവിടെ 2019 ഈ മാസ്റ്റർ എഴുതുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ, സോറി, മുരാരി ബാബു ആണല്ലോ വന്നത്, അല്ലെ മൂരി ബാബു. 2025 ഈ മൂരി ബാബു ആണല്ലോ. ഈ മൂരിബാബു ഇതിനകത്ത് എഴുതി വെച്ചത് എന്താ? ഈ പറയുന്ന ചെമ്പ് തകിട്, അതെ, ശ്രീകോവിലിന്റെ വാതിൽപ്പടി, ജാരവാലസ്, ഇത് ചെമ്പ് തകിടാന്ന് എഴുതി വെച്ചല്ലോ. ഇയാൾക്കറിയാമല്ലോ, 1998 വിജയമല്യ ഏതാണ്ട് 40 കിലോയോളം സ്വർണം അവിടെ കൊണ്ട് പൂശിയിട്ടുണ്ട്. 24 ക്യാരറ്റാണ്. ഇത് കയ്യെപ്പറ്റി പോകുന്നതല്ല. അന്നും ദേവഹിതം നോക്കി കൊടുത്ത ആൾ ഇയാളല്ലേ? അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അച്ഛൻ എന്റെ കൂടെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ. അപ്പം അതിന്റെ കീഴിൽ ചെമ്പുപാളിന്ന് ഒരു മാസ്റ്റർ തയ്യാറാക്കുന്നതിന്റെ കീഴിൽ ഈ പറഞ്ഞ തന്ത്രി മേൽശാന്തി ഒപ്പിട്ടത് ഏത് ദേവഹിതമാ? ഭഗവാൻ പറഞ്ഞോ ഈ സാധനം സ്വർണമല്ല, ചെമ്പുപാളിയാ, എന്റെ ദേവഹിതം ഇങ്ങനെ എഴുതുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അതിനകത്തൊരു വല്ല ഇതെന്തോ സിനു നടന്നത്. കോടതി എന്താ പറഞ്ഞേ? ഇതൊരു ഗൂഢാലോചന. ഇവിടുത്തെ വാതിൽപ്പടി ഇളക്കിയോ കൊണ്ടുപോയോ, ദ്വാരപാല ശില്പ ഇളക്കിയോ കൊണ്ടുപോയോ, കോടതിയെ അറിയിച്ചിട്ടില്ല. ഇതിനകത്ത് രഹസ്യ സ്വഭാവത്തിൽ വലിയ ഗൂഢമായിട്ടുള്ളൊരു ആലോചനയിൽ സ്വർണ്ണപ്പാളി ചെമ്പാണെന്ന് എഴുതി കൊണ്ടുപോയത് കടൽ കടന്നോ എന്നുള്ളതാണല്ലോ സംശയം. ഇതിനകത്ത് ഒന്നും അറിയാത്ത ദേവഹിതം മാത്രം നോക്കിയിരുന്ന ആൾ ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് എഴുതിയ മഹസറിനകത്ത് വളരെ കൃത്യമായിട്ട് ഒപ്പിടേണ്ട വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാമല്ലോ, ഇയാളെ ആർക്കും മാറ്റാൻ പറ്റത്തില്ലല്ലോ. പറ്റത്തില്ല. ഇയാളെ പിണറായിക്ക് മാറ്റാൻ പറ്റത്തില്ല, കോടിയേരിക്ക് മാറ്റാൻ പറ്റത്തില്ല, VD സതീശന് മാറ്റാൻ പറ്റത്തില്ല, BJP നേതാക്കന്മാർക്ക് മാറ്റാൻ പറ്റത്തില്ല, ആർക്കും മാറ്റാൻ പറ്റത്തില്ല. തന്ത്രി പിന്നെ ഇതിനകത്ത് ഒപ്പിട്ടെ ഈ ഗൂഢാലോചനയുടെ കീഴിൽ അതൊരു ദേവഹിതമല്ലല്ലോ. അല്ല. രണ്ടാമത് ഞാൻ ചോദിച്ചിട്ട്, ഇപ്പം ജയറാം പറയുന്നു, അയ്യോ അത് ഭഗവാന്റെ ഒരു സാധനം വന്നപ്പോൾ ഞാൻ അവിടെ വന്ന് പൂജിച്ചിട്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു കാര്യവുമില്ലാതെ ഈ ജയറാമിന്റെ വീട്ടിൽ മാത്രം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും അല്ലെങ്കിൽ ഈ പറയുന്ന ദ്വാരപാല ശില്പവും വാതിൽപ്പിടിയും കൊണ്ടുവച്ച് പൂച്ച എന്താ? ഒന്ന് കൊണ്ടുവരട്ടെ. അതാ 150 രൂപ അദ്ദേഹം കൊടുത്തുള്ളതാണ്. അവിടെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ അവിടെ അദ്ദേഹവും പാളിയല്ലോ. 150 കിലോ രൂപ ജയറാം കൊടുക്കൂ? നമ്മൾ കൊടുക്കത്തില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചിട്ട്, 150 രൂപ കൊടുക്കാൻ എന്ത്? നമ്മൾ ഈ കല്ലുകൊത്തുകാരെ പണ്ട് അറിയാമോ? കണ്ടുപിടെ കൊച്ചുനാളി കല്ലുകൊത്താനുണ്ടോ, ചോദിച്ചോണ്ടു. അവരെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തോ ഈ വാതിൽപ്പാളിയും അല്ലെങ്കിൽ ഈ പറയുന്ന ദ്വാരപാല ശില്പമൊക്കെ തോളെ വെച്ചോണ്ട് ഈ ജയറാമിന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോവായിരുന്നോ? പൂജിക്കാനുണ്ടോ? അങ്ങനൊന്നും അല്ലല്ലോ. അപ്പൊ അതിനകത്ത് കള്ളത്തില്ല. അപ്പൊ ഞാൻ ഇപ്പൊ ഇതിനെപ്പറ്റി നമ്മൾ നേരത്തെ ഒരു ചർച്ച ചെയ്യുന്ന പറഞ്ഞാൽ, ഈ ദ്വാരപാല ശില്പം ഈ പറയുന്ന വാതിൽപ്പളിയും കടൽ കടത്തുന്നതിന് വേണ്ടി അതിന്റെ സാധനം നോക്കണമല്ലോ. സാധനം നോക്കാൻ വേണ്ടി ചില ഈ അന്താരാഷ്ട്ര റാക്കറ്റിന്റെ ആൾക്കാർ ഈ ജയറാം വന്നു. അതിന് സെറ്റ് ചെയ്തിരുന്ന ജയറാമിന്റെ വീടാണ്. അത് ആൾക്കാർക്ക് അല്ലെങ്കിൽ മനസ്സിലാവാതിരിക്കുന്നതിന് വേണ്ടി ഈ പറയുന്നത് പോലെ ഒരു പൂജയുടെ
സെറ്റ് ഇട്ടു, സിനിമ സ്റ്റൈലിൽ പറഞ്ഞ ഒരു പൂജയുടെ സെറ്റ് ഇട്ടു. അവിടെ ജയറാമിന്റെ വീട്ടിൽ വലിയ പൂജ നടക്കുക. അന്നേരം ആൾക്കാർ, ആ പൂജ കാണാൻ ആൾക്കാർ വന്നത് വലിയ പുള്ളി വലിയ സെലിബ്രിറ്റി അല്ലേ, ഇപ്പൊ അതേ വലിപ്പത്തിലുള്ള ആൾക്കാർ ഈ രീതിയിലേക്ക് വർത്താനം പറയുന്നുണ്ട്. അപ്പൊ ജയറാം ഇതിനകത്ത് അപ്പം ഇതിനകത്ത് കോടതി ഭയക്കുന്നതും എല്ലാവരും ഭയക്കുന്നതും, അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും പറയുന്നതായിട്ടുള്ള കാര്യം ചെറിയ കൊള്ളയല്ലത്. 4-5 കിലോ സ്വർണത്തിന് വേണ്ടി ഈ പറയുന്ന പപ്പന്മാർ നിന്ന് കൊടുക്കത്തില്ല, ഈ പറയുന്ന തന്ത്രി നിന്ന് കൊടുക്കത്തില്ല, ഈ പറയുന്ന നമ്മളിപ്പോ ഇനി അടുത്ത അറസ്റ്റ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ SIT ചോദ്യം ചെയ്യുമെന്ന് വിളിക്കുന്ന ആരാ കടകംപള്ളി സുരേന്ദ്രൻ നിന്ന് കൊടുക്കൂ, ജയറാം നിന്ന് കൊടുക്കൂ? ഇല്ലല്ലോ. കടൽ കടക്കണം, കടൽ കടന്നാലേ ഇതിന് 1000 കോടി രൂപ കിട്ടത്തുള്ളൂ. അതിനു വേണ്ടി മാത്രം നിന്ന് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കുണ്ട്. അപ്പൊ നീ പറഞ്ഞതുപോലെ ഇവര് രണ്ടുപേരും സ്വാമിയെ ശരണോയ്യപ്പായും അല്ലെങ്കിൽ ചെണ്ടയും അടിച്ച് ഞാൻ ആ ഭഗവാന്റെ സാധനം വെച്ചൊന്ന് പൂജിച്ചെന്നൊക്കെ പറഞ്ഞാൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ വിശ്വസിച്ച് പോകുന്ന ഒരു അവസ്ഥയില്ല. ഈ പറഞ്ഞതുപോലെ കടല് കടത്താൻ ഇനിയിപ്പോ അവസാനം ചോദ്യം ചെയ്യുമ്പം ഇതായിരിക്കും ജയറാമിനെ ചോദ്യം ചെയ്തേ ഒക്കത്തുള്ളൂ. ചോദ്യം ചെയ്തേ. അപ്പൊ ജയറാമിനെ ചോദ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ജയറാമിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണമെങ്കിൽ ഒരു കാര്യം കാണുമല്ലോ, ജയറാമിന്റെ ഫോൺ കോളുകൾ നോക്കി കാണുമല്ലോ, ജയറാം ഈ സമയത്ത് എവിടെയൊക്കെ സഞ്ചരിച്ചെന്ന് നോക്കി കാണുമല്ലോ. ചുമ്മാ ഒന്നും ആരും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത് എന്താ? ഒരു സംശയം ചോദിക്കുന്നത്, അതായത് ഈ ഇന്ന് SITക്ക് മുമ്പിൽ ഈ തന്ത്രി രാജീവ് ഒരു മൊഴി കൊടുത്തു. ആ മൊഴി കൊടുത്തത് 2018-ലും 2025-ലും ഈ പാളികളിൽ സ്വർണം പൂശാനായിട്ട് ചെന്നൈയിൽ കൊണ്ടുപോകാൻ ഞാൻ അനുമതി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വർണം പൂശാൻ കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ടും ഇത് തന്ത്രിയുടെ അനുവാദമില്ലാതെ കൊണ്ടുപോയാൽ തന്ത്രിക്ക് അത് ദേവസ്വം ബോർഡിനെയോ മന്ത്രിയോ സർക്കാരിനെ അറിയിച്ചുകൂടെ? അപ്പൊ ഈ പറഞ്ഞതും നേരത്തെ പറഞ്ഞതും തമ്മിൽ പൊരുത്തക്കേടുണ്ട്. അതെ, ഇവർ ഈ പൊരുത്തക്കേടുണ്ട്. ഞാൻ വിനി അതും സിനു ആ ചോദ്യം എന്നോട് ചോദിച്ചു, എന്തിനാ അയാൾ ഒപ്പിട്ടെ, ഞാൻ എന്തിനാ മാസന്റെ കീഴിൽ ഒപ്പിട്ട്? ഇതായിരുന്നു പുള്ളിയുടെ അഭിപ്രായം. അഭിപ്രായം എന്ന് പറയുമ്പോൾ ചെമ്പ് പാളിയാണെന്ന് മാസ്റ്റർ തയ്യാറാക്കിന്റെ കീഴിൽ വായിച്ചു നോക്കാൻ അറിയുമ്പോ വാട്ടർ അതോറിറ്റി ജോലിക്കാരനാ, അയാൾക്ക് അറിയത്തില്ലയോ? അപ്പൊ അതിന്റെ കീഴിൽ എന്തിനാ അദ്ദേഹം ഒപ്പിട്ടെ? അപ്പൊ ഇത് ഇവര് തന്നെ പറഞ്ഞു. അപ്പൊ ഇത്രയും നാൾ ഈ നാട്ടിലെ ജനങ്ങളെ വിശ്വാസികളെയൊക്കെ പറ്റിച്ചോണ്ടിരിക്കുന്ന രണ്ടുപേരാണെന്ന് വെച്ചാൽ ഒന്ന് ജയറാം ഒന്ന് തന്ത്രിയാണെന്ന് പറയേണ്ടി അല്ലേ? ഉറപ്പായിട്ടും ഇതിനകത്ത് ജയറാമും തന്ത്രിയാണെന്ന് പറയും. ഇപ്പൊ അവസാനം മൊഴി വരാൻ പോകുന്നത് നോക്കിയാൽ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ പറയും ഈ കടൽ കടത്തുന്നതിന് വേണ്ടി എന്നോട് ചോദിച്ചു, വേണ്ട സഹായം ചെയ്തു കൊടുത്തു, എല്ലാം തന്ത്രിക്കറിയാം. ഇതാ അല്ല ഞാൻ പറയാ, ഈ ജയറാം പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ജയറാമിന് ചോദ്യം ചെയ്യാൻ പോയപ്പോൾ കടൽ കടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിൽ ബിസിനസ്സിന് വേണ്ടി പറഞ്ഞു, അല്ലെങ്കിൽ അത് അതിന് വേണ്ടിയുള്ള സാധ്യതകളും കാര്യങ്ങളും ഒക്കെ എനിക്കറിയാമെന്ന് ചെയ്തു കൊടുത്തു, ഇതെല്ലാം തന്ത്രിക്കറിയാം എന്നുള്ള ഇതിലേക്കുള്ള ഒരു മൊഴി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം ഒക്കെ വരാനുള്ള സാധ്യത. മാത്രമല്ല ഇന്ന് തന്ത്രി പറഞ്ഞത് എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാം. അതെങ്ങനെ അറിയാന്ന് വെച്ചോ, അയാൾ അവിടുത്തെ ജീവനക്കാരല്ലേ, എന്നെ അറിയത്തില്ല. ജീവനക്കാരനല്ല, 2007 തൊട്ട് അയാളെ ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. സ്ഥിരമായിട്ട് അയാളുടെ സാന്നിധ്യം അങ്ങനെ അമ്പലത്തിലും ഒക്കത്തില്ല. തന്ത്രി പറഞ്ഞിട്ട് മാത്രമാണ് നിൽക്കുന്നത്. തന്ത്രിയുടെ ബെനാമിയായി കൂടെ, തന്ത്രിയുടെ ബെനാമിയാണല്ലോ. തന്ത്രിയുടെ ബെനാമി എന്നല്ല, ഇയാൾ അവിടെ എന്തെല്ലാം കച്ചവടം ചെയ്യുന്നു, ഇയാൾ എന്തെല്ലാം ഇയാൾക്ക് സാമ്പത്തികം ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഇതിനകത്തെല്ലാം എങ്ങനെ ഇയാൾ വരുന്നത്, ഇയാൾ അവിടുത്തെ അപ്പൊ ഇതര സംസ്ഥാനക്കാർ വരുമ്പോ ഒരു നടുക്ക് നിൽക്കുന്നവരില്ലേ, ഒരു എന്തൊക്കെയോ അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ആളായിട്ട് അയാളെ ഇവിടെ ഇത്രയും കാലം കൊണ്ട് അതിൽ പപ്പൻ പറഞ്ഞിട്ട് കയറിപ്പോയ 2007 തൊട്ടുണ്ട് കേട്ടോ. പപ്പന്റെ സ്വന്തമാ. പപ്പന്റെ റൂം ഏറ്റവും പ്രധാനപ്പെട്ട VIP റൂമുകൾ മൊത്തം ഇത്രയും നാൾ പരിശോധിച്ചപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയ. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ പപ്പൻ 2 പണി കൊടുത്തിട്ടാ പോയത്. ഒന്ന് തന്ത്രിയുടെ കാര്യം പറഞ്ഞു, ഒന്ന് മന്ത്രിയുടെ കാര്യം പറഞ്ഞു, ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഇത് കണക്ട് ചെയ്തോളാനാ പറഞ്ഞു. ഒറ്റയ്ക്കല്ല, ഇത് കണക്ട് ചെയ്തോളാനാ പറഞ്ഞു. അപ്പൊ അതിനകത്ത് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ വാസുവും പപ്പനും മാത്രമല്ല ഈ സമയത്ത് കാലയളവിൽ CPM-ന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിട്ട് ഇരുന്നിട്ടുള്ളത്. അനന്തഭവൻ എന്ന് പറഞ്ഞ ഒരാൾ ഇരുന്നിട്ടുണ്ട്. അയാളുടെ പേരെന്താ വരാത്തെ? വരത്തില്ല. അയാൾ കള്ളനല്ല, അയാൾ ഉള്ളക്കാരനല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണ്ടേ ഇതിനകത്ത് വന്നവരുടെ എല്ലാരും അങ്ങനല്ല. എന്താ അനന്തഭവൻ സാറിന്റെ പേര് വരാഞ്ഞേ? അദ്ദേഹം 2 കൊല്ലം ഇരുന്നല്ലോ, അദ്ദേഹം 2 കൊല്ലം ഇരുന്ന് പോയി. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നോക്കൂല്ലോ. ഇത് ഇത്രയും കാലയളവിൽ ഇരുന്നവരെ മൊത്തം നോക്കൂല്ലോ. എന്നാ പ്രശാന്തിന്റെ വന്നല്ലോ, പ്രശാന്ത് കുരുങ്ങാനുള്ള സാധ്യതയില്ല. പ്രശാന്തിനെതിരെ ഇത് മൊത്തവും ഇതിന്റെ തുടർച്ചയാ പ്രശാന്ത് കാണിച്ചുകൊണ്ടിരുന്നത്. പ്രശാന്ത് അപ്പൊ അനന്തഭവൻ സാർ മാത്രം പറഞ്ഞ അയാൾ മോഷ്ടാവല്ല. അപ്പൊ കള്ളനല്ലാത്തവനെ കള്ളൻ ആരും വിളിക്കത്തില്ലല്ലോ. അപ്പൊ ജയറാമും തന്ത്രിയും ഒക്കെ വെള്ള ഉടുപ്പും ഒക്കെ ഇട്ട് സ്വാമിയെ ശരണമയ്യപ്പായും ചെണ്ടയും ഒക്കെ അടിച്ച് നിൽക്കുന്നെങ്കിലും ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്കറിയണം, ജനത്തിനറിയണം, ഭക്തജനത്തിന്. ഇപ്പൊ ഇന്ന് ഈ പുതിയ പ്രസിഡന്റ് പറഞ്ഞ പോലെ അന്നദാനത്തിന്റെ കാശ് നാട്ടുകാരൻ തരുന്നത്, അത് ദേവസ്വം ബോർഡിന്റെ അല്ല, അത് നാട്ടുകാർ തന്നെ തിന്നിട്ടെന്ന് പറഞ്ഞ് തീരുമാനമെടുത്തതുപോലെ ഇത് ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഞങ്ങൾക്കറിയണം ഈ കടൽ കടന്നോ, ഇപ്പൊ അവസാനം ജയറാം പറയുമോ ഇതെല്ലാം തന്ത്രി അറിഞ്ഞിട്ടാണോ നടന്നത്? അറിഞ്ഞാൽ മതി. അല്ല, അറിഞ്ഞില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ വാചകത്തിനകത്ത് ഇതുപോലെ ചില തർക്കങ്ങളും ചോദ്യങ്ങളും ജനത്തിന് തോന്നിയാൽ കുറ്റം പറയാൻ ഒക്കത്തില്ല. ഞാനൊന്നും അറിഞ്ഞില്ലെങ്കിൽ എന്തിന് സ്വർണ്ണപ്പാളി
ചെമ്പാണെന്ന് എഴുതി കൊടുത്തതിന്റെ കീഴിൽ ഇയാൾ ഒപ്പിട്ടു. ഈ ഒറ്റ ചോദ്യത്തിന് ഉത്തരം മതി, വേറെ ഒന്നും വേണ്ട. വേറെ ഒന്നും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.